പിന്നീട് ശ്രീമതി സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഞാനല്ലല്ലോ കൊണ്ടുപോയത്, അദ്ദേഹം എന്നെ കൂടി വന്ന് വിളിച്ചു, അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതെനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. അത് നിങ്ങളുടെ ജോലിയാണ്. എന്റെ ജോലിയല്ല അത്തരം കാര്യങ്ങൾ. ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇയാളുമായിട്ട് ചോദിച്ചില്ല. അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ സോണിയാഗാന്ധിയുമായി അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി അവിടെ എങ്ങനെയാണ് പോയത് എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അനുസരിച്ചാണ്. അല്ല, അത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എന്നെ കിട്ടില്ല. അത് അടൂർ പ്രകാശിനെ കിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറയും. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പറയാൻ അല്ല വ്യക്തതയോടുകൂടിയാ പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിലും ഇതിനപ്പുറത്ത് ഈ സംപ്രേഷണം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ